Hello families, welcome back to our channel La Family Vlog. So ഇന്ന് നമ്മൾ ഫൈനലി മണാലി റീച്ച് ആയിരിക്കണം അല്ലേ ഏട്ടാ? രാവിലെ 9 വരെ ഇപ്പൊ എത്തി. പക്ഷെ നമ്മള് അതിനുശേഷം നല്ല വൃത്തിയായിട്ട് കിടന്ന് ഉറങ്ങി. കാരണം ഒടുക്കത്തെ തണുപ്പ്. എനിക്ക് അപ്പൊ അതുകൊണ്ട് സംഭവമില്ലേ 8 ഡിഗ്രി സെൽഷ്യസ് അല്ലേ, ഭയങ്കര തണുപ്പ്. എന്റെ കൈയൊക്കെ ഭയങ്കരമായിട്ട് ഫ്രീസ് ആവണം പോരാ. അപ്പൊ അതുകൊണ്ട് നല്ല അധികം കിടന്നുറങ്ങി. അപ്പൊ എനിക്കിപ്പം തന്നെ ഏകദേശം 3:30 ഇനി വേണം ലോക്കൽ സൈറ്റ് സീയിങ് നമുക്ക് കാണാൻ വേണ്ടി പോകാൻ. അപ്പൊ നമ്മൾ ഇന്ന് കാരണം ഏകദേശം 3:30 കഴിഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് ലോക്കൽ സൈറ്റ് സീയിങ് മാത്രമേ കാണുന്നുള്ളൂ. ഫസ്റ്റ് ഹിഡിംബയാണെന്നോടാ, ഹിഡിംബ ടെമ്പിൾ, പിന്നെ മനു ടെമ്പിൾ പോകുന്നുണ്ടോ? സമയം കിട്ടിയ മനു ടെമ്പിൾ, പിന്നെ മെയിൻ കുറച്ച് ഫുഡ് ഒക്കെ നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൊണ്ടൊന്ന് കഴിക്കണം. അപ്പൊ ഈ 2 സൈറ്റ് സീയിങ് ചിലപ്പോൾ നമ്മൾ പോവുള്ളൂ. അല്ല, ഹിഡിംബ ടെമ്പിൾ എന്തായാലും നമ്മൾ പോകും. ഓക്കെ, നമ്മളെ ഹോട്ടലിൽ നിന്നുള്ള വ്യൂ കാണിച്ചാലും അതൊന്ന് കാണിച്ചിട്ട് അടിപൊളി വ്യൂ ആണ് കേട്ടോ. അടിപൊളി വ്യൂ ആണ്, വേറെ ലെവൽ വ്യൂ ആണ്. കുറച്ചങ്ങ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുന്ന സ്നോ നിൽക്കുന്നുണ്ട്. ആ മൗണ്ടൻസിൽ ഫുൾ സ്നോ കൊണ്ട് നിറഞ്ഞ് നിൽക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷെ ഇവിടെ കാണാൻ അടിപൊളിയാണ്. ഇവിടെ ഫുൾ ഫോറസ്റ്റ് ആണ് കാണിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് കാണിച്ചു കൊടുത്തൊക്കെ സൂപ്പർ വ്യൂ ആണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ഡിസംബർ ടൈമൊക്കെ ആകുമ്പോൾ ഇവിടെ മൊത്തം നിറഞ്ഞ് സ്നോ കൊണ്ട് നിറഞ്ഞ് നിൽക്കും. ഇപ്പൊ നമ്മൾ വന്നേക്കുന്ന സീസൺ മെയ് സീസൺ ആണ്. പക്ഷെ അവര് പറയുന്നത് മെയ് സീസൺ പീക്ക് സീസൺ എന്നാണ് പറയണത് അല്ലേ ഏട്ടാ? യെസ്. റൂമിനൊക്കെ ഭയങ്കര വില എന്ന് പറഞ്ഞാൽ ഭയങ്കര വില. പക്ഷെ എന്നാലും അടിപൊളി. നമ്മളെ ഹോട്ടൽ പൈൻ ഗ്രോവ്, നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ കാണിച്ചോ, അവിടെ നിൽക്കുന്നുണ്ട്. കുറെ സോളാറൊക്കെ വെച്ചെടുക്കുന്നുണ്ട്. ബാക്കി അടിപൊളി. എന്റെ പോലെ ഇതിന് ഇപ്പഴേ കാണുന്നത് ഫുൾ സ്നോ ആടേ. ഇത് ഏത് സ്ഥലം? റൊട്ടാങ് പാസ് ആണോ എന്തോ അല്ലേ? അല്ലെങ്കിൽ സോലാങ് വാലിയിൽ ഇപ്പം കാണൂലല്ലോ. സ്കൂളിൽ പിള്ളേര് വരണുണ്ട്. ഇനി നമ്മൾ ഹിഡിംബ ടെമ്പിൾ ആണ് കേട്ടോ പോകുന്നത്. 1 കിലോമീറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്തായാലും നമ്മൾ നടന്നു പോകാനുള്ള നമ്മളെ ഉദ്ദേശം. ഗൈസ്, ഇന്നത്തെ ദിവസം നമ്മൾ വിചാരിച്ച് നമുക്ക് നടന്നു പോകാന്ന്. കാരണം നമ്മളെ ഹോട്ടലിൽ നിന്ന് ഇങ്ങനത്തെ ഹിഡിംബ ടെമ്പിൾ മനു ടെമ്പിളൊക്കെ കുറച്ച് വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പൊ വിചാരിച്ച് വെറുതെ ബൈക്ക് റെന്റിന് എടുക്കണ്ട. കാരണം ഇന്ന് വേസ്റ്റ് ആണ് ബൈക്ക് റെന്റിന് എടുത്താൽ. 4 മണിയായി. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു നടന്നു പോവാന്ന് ഗൈസ്. നടന്നു പോയിട്ട് ലോക്കൽ സൈറ്റ് സീയിങ് കാണാന്ന് വിചാരിച്ചു. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്തെന്ന് അറിയുമോ, ഇവിടുത്തെ ആൾക്കാരില്ലേ എങ്ങനെ ജീവിക്കണമെന്തോ ഈ തണുപ്പില്. അപ്പൊ എനിക്ക് പറ്റുന്നില്ല ഗൈസ്. ഞാൻ ഇന്നില്ലേ വെള്ളം നമ്മളെ ബാത്റൂമിൽ പോലും സത്യം പറഞ്ഞാൽ എനിക്ക് ടോയ്ലറ്റിൽ പോലും ഇരിക്കാൻ പറ്റില്ല ഗൈസ്. സത്യമായിട്ട് അത്രയ്ക്ക് ഇങ്ങനെ മൂത്രം പോലും ഒഴിക്കാൻ പറ്റാത്ത അവസ്ഥ. ഫുൾ ഫ്രീസ് ആണ് എടുക്കണ പോലെ. അതൊന്നും എങ്ങനെ ജീവിക്കണമെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. അത് വേറൊരു കാര്യം. നമ്മൾ നോക്കിനി നടന്ന് അവിടെ എത്താം ഗൈസ്. ഫൈനലി നമ്മൾ ഹിഡിംബ ടെമ്പിൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ കണ്ട കഴിച്ചതായി യാക്കുണ്ട്. എന്ത് അല്ലേ അടിപൊളി ഫെദറി സാധനം. ഞാൻ വേറൊരു കാര്യം കൂടെ കണ്ടത് ഇവിടെ ഇല്ലേ റോഡ് വീലറിനെ കണ്ട് ഞാൻ. പക്ഷെ സാധാ നാടൻ പട്ടിയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാരം നടക്കും റോഡ് വീലർ അല്ലേ. ആ മുയില് ഏട്ടാ എനിക്കിത് ചെയ്യണം മച്ചി. പിന്നെ ഇതെനിക്ക് ചെയ്യണം പ്ലീസ്. ഇതെനിക്ക് തിരിച്ചു വരുമ്പോ എനിക്ക് ചെയ്യണേ. ഈ മൊയിലിന് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ വിചാരിച്ചിരിക്കും ആ മൊയിലിന് എടുക്കണമെന്ന് കേസ്. കാരണം ഭയങ്കര ഫെദറീസ് ആണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടുക്കും എല്ലാം നമുക്ക് കണ്ടറിയാം. നോക്കൂ അതൊക്കെ അവിടെ പാട്ട് പാടണം. നോക്ക് മറ്റാൾ പാട്ട് പാടണം. നോക്ക് അവിടെ നോക്കടാ, ഇടില്ലോ അല്ലേ. ഉള്ള സത്യം പറയണ കേസ് നമുക്ക് സത്യം പറഞ്ഞ ഹിന്ദി കഹാം വഹാം യഹാം ഇതർ ഉദർ അച്ഛ സൂപ്പർ. എന്റെ പൊന്നെ വൂൾഫ് ഒന്നൊക്കെ ഇരിക്കണോ അല്ല പേടിയാണ് കേട്ടാ. ഓക്കെയാണ് ഹിഡിംബ ടെമ്പിൾ. ഹിഡിംബ The historic moment has come guys. ഫൈനലി വന്നില്ല. ഇപ്പൊ എത്തി. ഫൈനലി ഇപ്പായി. അല്ല ഇതില് വന്നില്ല. സോ ഗൈസ്, നമ്മൾ ഹിഡിംബ ടെമ്പിൾ ഹിഡിംബ ദേവിയുടെ അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചിട്ട് വെളിയിറങ്ങിയായിരുന്നു. അപ്പൊ നമുക്ക് ഈ പ്രസാദവും കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു പൊരി കണക്കുള്ള പ്രസാദവും പിന്നെ ഏറ്റവും ലക്കിയസ്റ്റ് പാട്ടെന്ന് പറയണതാ ദേവിക്ക്. ഇത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ എനിക്കിത് തന്നു.
അല്ലേ? പൂജാമുറിയിൽ വെക്കണമെന്നാണ് പറഞ്ഞത്, വേറെ എവിടെയും കെട്ടല്ലേന്ന് കൂടെ പറഞ്ഞു. പക്ഷെ കിടിലായിരുന്നു കേട്ടോ. ഒരു വട്ടം ഇങ്ങനെ നമുക്ക് വന്ന് കാണേണ്ട ഒരു അമ്പലമാണ്. നമുക്ക് അകത്ത് അമ്പലം താന്നാണ് ഇരിക്കുന്നത്, ഏറ്റവും അടിയിലാണ്. നമ്മൾ കുനിഞ്ഞ് വേണം തൊഴേണ്ടത്, എന്നാലേ കാണാൻ പറ്റും, അല്ലാതെ നിന്ന് കാണാൻ പറ്റില്ല അവിടെ നിന്ന്. അത് മാത്രമല്ല, ഒരു പാറ കണക്കൊക്കെയാണ്. ഭയങ്കര നമുക്ക് അതിന്റെ അകത്ത് കയറുമ്പോൾ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ, ഭയങ്കര ഡിവൈൻ ഫീൽ ആയിരിക്കും അല്ലേ ഏട്ടാ? അവിടെ കാനാണ്, പാദമാണ് കാണിച്ചിരിക്കുന്നത്. അല്ല, അത് ദേവിയുടെ അല്ല, ഇപ്പുറത്തുള്ള വിഗ്രഹം കണ്ടില്ലേ? ബെസ്റ്റ് എടാ, പാദം, ദേവിയുടെ പാദം. അതിന്റെ തൊട്ട് സൈഡിൽ തന്നെ വിഗ്രഹം ഉണ്ടായിരുന്നു. ബെസ്റ്റ് കണ്ണ. അയ്യോ, സംഭവം അവിടെ പാദം ഒരാൾ ഇങ്ങനെ പൂവൊക്കെ ഇട്ടോണ്ട് ഇങ്ങനെ തുടച്ചോണ്ടിരിക്കണം. എനിക്കൊന്ന് അതുകൊണ്ടായിരിക്കും പാദം ശ്രദ്ധിച്ചല്ലേ. എനിക്ക് അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് എനിക്കൊരു മുന്തിരിയും കിട്ടി അല്ലേ, പാദം തുടച്ചു. ആ, ചിലവര് പക്ഷെ ശ്രദ്ധിക്കാതെ പോവും. പാദമാണ് മെയിൻ ഹൈലൈറ്റ്. തൊഴുതുകൊണ്ടല്ലേ ഇരിക്കുന്നത്, വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ മെയിൻ നമുക്ക് കാണുമ്പോൾ ഭയങ്കര മെയിൻ ഹൈലൈറ്റ് ആയിട്ട് തോന്നുന്നത് പാദമായിരിക്കും. അതുകൊണ്ടായിരിക്കും എല്ലാവരും ആദ്യം ശ്രദ്ധിക്കണം. പക്ഷെ തൊട്ട് സൈഡിലായിട്ട് തന്നെ അതെന്താണ് എന്റെ തൊട്ട് സൈഡിലായിട്ട് തന്നെ ദേവിയുടെ വിഗ്രഹം വെച്ചിട്ടുണ്ട്. ഒരു വട്ടമെങ്കിലും ഇത് വന്ന് കാണേണ്ട ഒരു ഇതാണ്, കാരണം ഭയങ്കര ഒരു ഫീലാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇനി അടുത്തത് ഈ പ്രസാദവും കഴിക്കണം. അതേപോലെ ഇനി അടുത്തത് ഗഞ്ചോക് ട്രീ ടെമ്പിൾ. അങ്ങനെ എനിക്ക് പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് അറിയില്ല. ഗഞ്ചോക് ട്രീ ടെമ്പിൾ എന്നാണ് തോന്നുന്നത്. അവിടെയും കൂടെ പോകണം. പിന്നെ ഇതിന്റെ ഹിസ്റ്ററി എല്ലാം എനിക്കൊന്ന് എല്ലാ യൂട്യൂബിലെ ആൾക്കാരും പറയുന്നുണ്ട്. ഹിസ്റ്ററി മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ നമ്മളെ പാണ്ഡവരുടെ ഭീമന്റെ ഭാര്യയില്ലേ, അതാണ് ഹിഡിംബ. ആ ദേവിക്ക് വേണ്ടി ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡെഡിക്കേഷൻ ചെയ്ത ഒരു ടെമ്പിൾ ആണെന്നാണ് മെയിൻ ആയിട്ട് പറയല. എനിക്ക് വേറെ എന്തോന്ന് ഹിസ്റ്റോറിക്കൽ കഥയൊന്നും എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് അടുത്ത കോവിൽ പോണുണ്ടോ വെറുതെ? പറഞ്ഞാടാ എന്റെ വീട്ടില്, നിന്നെ കൊണ്ടുപോടാന്. ഗൈസ്, നമ്മളെ നാട്ടിലും എത്ര വിലയാണ് റോഡ് വീലറിനെ അറിയാലോ. ഇവിടെ തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്. റോഡ് വീലർ നീ വരണ, വീട്ടിൽ പോവാടാ. ഓ ഗേജ കേസെന്നാണോ ഇരിക്കണല്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റും. അല്ലല്ല, ഇത് കൊറേ ഇങ്ങനെ തീർപ്പ്. എനിക്ക് സത്യം ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്. അടിപൊളി കേട്ടോ. സോ ഗൈസ്, ഫൈനലി നമ്മൾ ഹിഡംബ ടെമ്പിളിൽ പോയി. പിന്നെ അവിടെ നിന്ന് മറ്റേ മണാലി ഡ്രസ്സ്, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ട് മോയിലൊക്കെ പിടിച്ച് അടിപൊളി സെറ്റായി. വരാനേ തോന്നിയില്ല. ഇപ്പൊ അടുത്ത് നമ്മൾ ഗച്ചുക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഗച്ചുക് ട്രീ ടെമ്പിൾ എത്തിയിരിക്കുകയാണ് ഗൈസ്. വളരെ കുഞ്ഞമ്പലമാണ്, പക്ഷെ കാണിച്ചു തരാം. യെസ്, സേക്രട്ട്. ഓക്കെ CBSE പയ്യൻ. ഇവിടെ എല്ലായിടത്തും നിറച്ച് കൊമ്പുകളുണ്ട്. നിറച്ച് കൊമ്പുണ്ട്. ഞാൻ തൊഴുതിട്ട് വരാം. സോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ ലോക്കൽ സൈറ്റ്സ് എനിക്ക് തോന്നുന്നു 2 നമ്മൾ പോയോളൂ. അതെല്ലാം ഏകദേശം തീർന്നല്ലേ ഏട്ടാ? നടന്നാണ് പോയത്, അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ഒക്കെ വരുന്നത്. അതെ, കാരണം ഇന്ന് എന്തായാലും ബൈക്ക് എടുക്കുന്നത് നഷ്ടമാണ്. കാരണം നമ്മള് സൈറ്റ് സീയിങ് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 3 മണിയൊക്കെ കഴിഞ്ഞായിരുന്നു. അതായത് അതുകൊണ്ട് തന്നെ ഇന്ന് എന്തായാലും പറ്റൂല. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു 2 മാത്രം, കാരണം വാക്കബിൾ ഡിസ്റ്റൻസ് ആയിട്ടുള്ള ലോക്കൽ സൈറ്റ്സ് മാത്രം കാണാമെന്ന് വിചാരിച്ചു. ബാക്കി നമുക്ക് നാളെ രാവിലെ ബൈക്ക് റെന്റ് എടുത്തിട്ട് പോകാന്ന് വിചാരിച്ചല്ലേ. പിന്നെ എന്തായാലും മനു ടെമ്പിൾ കാരണം നമ്മളൊന്ന് മനു ടെമ്പിൾ പോകാന്നാണ് വിചാരിച്ചത്. പക്ഷെ ഇപ്പൊ ഏകദേശം തന്നെ 6 മണി ആവാറായി. അതുകൊണ്ട് 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അവിടെ എത്തപ്പോൾ മിക്കവാറും നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് നടന്നു പോകാൻ തന്നെ ഒരു അരമണിക്കൂറോളം ഉണ്ട്. അവിടെ എത്തുമ്പോൾ തന്നെ എന്തായാലും ക്ലോസ്ഡ് എന്നാണ് കാണിച്ചത് ഗൂഗിൾ മാപ്പിലൊക്കെ നോക്കിയപ്പം. എന്തായാലും നടക്കൂല. അപ്പൊ നമ്മളിനി എവിടെയാണ് അടുത്ത പോയിട്ട്? ഇവിടെ നമ്മളെ മെയിൻ സാധനം ഫുഡ് അടിക്കാനായിട്ട്. യെസ് ഗൈസ്, ഫുഡ് അടി. അത് എന്തോന്ന് ഫുഡാണ്? പിസ്സ. നമ്മളെ ഇവിടെ തന്നെ മണാലി ഏറ്റവും ബെസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ബെസ്റ്റ് പിസ്സ കിട്ടുന്നത് കമ്മ നെപ്പോളിയോ പിസ്സറി. എനിക്കൊന്ന് കറക്റ്റ് ആണെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും അത് മെൻഷൻ ചെയ്തേക്കാം. അവിടെയാണെന്നാണ് അറിഞ്ഞത്. സോ അവിടെ എന്തായാലും പോയി പിസ്സ കഴിക്കല്ലേ. അത് നടക്കാൻ ഒരു 15 മിനിറ്റോളം ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നടന്ന് ഫുഡ് അടിച്ചിട്ട് നോക്ക് വരാം. ഓക്കെ ഗൈസ്. സോ ഗൈസ്, നിങ്ങൾക്ക് ഷോപ്പിംഗ് ചെയ്യണമെങ്കിൽ ഇതിന്റെ തൊട്ട് സൈഡിൽ തന്നെ ഷോപ്പിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ഓൾറെഡി മോൾ റോഡിൽ നിന്ന് പോണോണ്ട്, ഇന്ന് പോണില്ല, മോൾ റോഡിൽ പോണോണ്ട് നമ്മള് അവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്യാന്ന് വിചാരിച്ചല്ലേ ഏട്ടാ? ഇപ്പോഴാണ് പുതുതായിട്ട് വന്നെന്ന് തോന്നിയ ഹിഡിംബ അമ്യൂസ്മെന്റ് പാർക്ക്. കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോ ഞാനും കണ്ടില്ലായിരുന്നു. കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞേ, ഈ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് വന്നത്?
2018 അതല്ല 2018 കഴിഞ്ഞ പ്രാവശ്യം. അതെ 2018 വന്നപ്പോഴും ഇട്ടില്ലായിരുന്നു. അതേപോലെ ഞാൻ യൂട്യൂബിലൊക്കെ വീഡിയോസ് കണ്ടപ്പോഴും ഇല്ലായിരുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു ഇപ്പൊ പീക്ക് സീസൺ ആയോണ്ട് സമ്മർ വെക്കേഷൻ അല്ലേ, സമ്മർ വെക്കേഷൻ ആയോണ്ടാണ് ഇവര് അമ്യൂസ്മെന്റ് പാർക്ക് ചെയ്തതാണെന്ന് തോന്നുന്നു, നമുക്കറിഞ്ഞിടാ. മണാലി ആൾക്കാരുടെ ഞാൻ കല്യാണം കാണിച്ചു തരാം. കല്യാണമാണെന്ന് അറിഞ്ഞൂടാ, അതിന് മരിപ്പാണെന്ന് അറിയാൻ വയ്യ. പക്ഷെ പ്ലാസ്റ്റിക് കവർ ഇട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണിച്ചു കൊടുക്കാടെ ആണോ? ഇനി നമ്മളെ സെൽഫിയും കൂടെ എടുക്ക്. അടിയൊന്നും കിട്ടൂല. ചിക്കനൊക്കെ കാണാൻ ഗൈസ്. ഞാൻ ചിക്കൻ വീക്ക്നെസ് കൊതിച്ചാണ്. ചിക്കനല്ല പൊതുവെ എനിക്ക് നോൺ വെജ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ഇല്ല വെജിറ്റേറിയൻ ഇല്ല, ഞാൻ നോൺ വെജ് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. നീ പേടിക്കേണ്ട കുഞ്ഞാവേ, നോൺ വെജ് ഫുഡ് മാത്രം നമ്മൾ കഴിക്കുള്ളൂ. ഞാൻ കുറേ റെസ്റ്റോറൻറ്റ് ഇല്ല നല്ല കിടില റെസ്റ്റോറൻറ്റ് കേട്ടോ ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതും. മസ്റ്റ് ട്രൈ ആയിട്ടുള്ള എല്ലാ റെസ്റ്റോറൻറ്റും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ചിക്കൻ നമ്മളിപ്പം കഴിച്ച മൊമോസ് ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അതിന്റെ അത് ജ്യൂസി എന്ന് പറഞ്ഞാൽ നല്ല ജ്യൂസിയാണ്. അത് ചിക്കന് നല്ല ക്വാണ്ടിറ്റി ആണ്. ചില മൊമോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് മോമോസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് ക്വാണ്ടിറ്റി കാണൂല്ല, ജസ്റ്റ് സൈഡിൽ എവിടെയെങ്കിലും മാത്രം ചിക്കൻ. പക്ഷെ ഇതില് ചിക്കൻ ഉണ്ട് കേട്ടോ, ചിക്കനും ഉണ്ട്, നല്ല ടേസ്റ്റിയാണ്. മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ട്രൈ. ഇതുവരെ എന്റെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു മൊമോസ് ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ല. ഞാനല്ല നമ്മൾ നീ കഴിച്ചിട്ടില്ല. ഇല്ല അത് നല്ല ചൂടായിട്ടാണ് കേട്ടോ. അത് ഈ കോൾഡ് ക്ലൈമറ്റിൽ ആ ചൂടത്ത് കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ്. ചൂടൊക്കെ ഒന്നുമല്ല, എന്റെ വായിക്കത്തെല്ലാം പോയി ആ ചൂടൊക്കെ അല്ലേ. അതാണ് അടുത്ത മറ്റേ നെപ്പോളിയൻ ഇതുവരെ നമ്മളവിടെ നെപ്പോളിയൻ പൈസ അങ്ങനെ എന്തോ. ഓക്കെ ഫൈനലി നമ്മൾ കാത്തിരുന്ന ആ പിസ എന്തോന്നാണ് എനിക്ക് ഇതൊരു കമ്മേ നെപ്പോളിയ പിസേറിയ അങ്ങനെ എന്തോണെന്ന് തോന്നുന്നു ആ ഒരു സാധനം. ആ ഷോപ്പിന്റെ പേരും. ഇവിടത്തെ വ്യൂ നിങ്ങൾ കാണേണ്ട, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നോക്കിയാണ് കഴിക്കണം. റിവർ സൈഡ് വ്യൂ. ആർ യു ഹാപ്പി? നല്ല സ്പോട്ട് അല്ലേ? വേറെ ലെവൽ സ്പോട്ടാണ് കേട്ടോ. മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഇവരുടെ ഒരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ബുറോട്ടോ പിസ്ത അല്ലേ. റേറ്റ് ആണ് 830 rupees ആണ്. നമ്മൾ ഓർഡർ ചെയ്തത് അവര് മസ്റ്റ് ട്രൈ അവര് തന്നെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു. നമ്മളെ ബലിയും പകിച്ചു പോയ സത്യമാണ്. ഇത്രയും വലിയ പീസിന്റെ നമ്മളെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കണം അല്ലേ ഏട്ടാ? അതെ, ഞാനേ ഒന്ന് പേടിച്ചു. അവർ ആദ്യം ഒരു വലിയ ഉണ്ടയൊക്കെ ഞാൻ വിചാരിച്ചു ഇനി എന്തൊരു നടുക്കുമല്ല ക്രിക്കറ്റ് ബോളും വെച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ അമ്മ, ഞാൻ വിചാരിച്ച അമ്മയാണ് ഏറ്റവും ചളും കേട്ടോ. ഇല്ല, അമ്മ സ്കോർ ചെയ്ത ഇവിടെ ഇവനും കൂടെ ഉണ്ട് കേട്ടോ. ഇനി ഡൗട്ടാണ് ഏട്ടാ, ഇനി ഇവിടെ കോഴികളൊന്നും ഇല്ലാത്തോണ്ട് ഇതിന് ഓസ്ട്രിച്ചിന്റെ അല്ല എമ്മുവിന്റെ ഒക്കെ മുട്ടയാണോ എന്തോ. ഇവിടെ എമ്മു മുട്ടയായിരിക്കും. മുട്ടയല്ല, ലോകത്തോളി. ഇത് ചീസാണ്, ബുറാട്ടോ ചീസ്. ഓക്കെ ഇത് നടുക്കിങ്ങനെ ബുറാട്ടോ ചീസാണ്. ഞാൻ വിചാരിച്ചു ഓസ്ട്രിച്ചോ എമ്മുവിന്റെ മുട്ടയായിരിക്കും.
അയ്യോ എനിക്ക് വയ്യേ. ഞാൻ ചാള അടിക്കണമെന്നാണ് വിചാരിച്ചോണ്ടിരുന്നത്. മനസ്സിലായിരുന്നല്ലോ, ഞാൻ സത്യം അത് കണ്ട ആദ്യം പിന്നെ എന്തിനാണ് പൊറോട്ട പെസ്ത നോക്കുന്നത്? ഇത് പൊറോട്ട ചീസ് വിത്ത് പിസ്സ, അതാണ് സംഭവം. ഇത് പൊറോട്ട ചീസ്, പിന്നെ ഇത് മൊത്തം പിസ്സ. ഇവര് മസ്റ്റ് ട്രൈ സാധനം എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ആദ്യം നോക്കട്ടെ, എന്നിട്ടാണ് മസ്റ്റ് ട്രൈ വേണോന്ന് നോക്കട്ടെ. ഒരു കാര്യം പറയാം, ഹോട്ട് പിസ്സ, റിവർ സൈഡ് വ്യൂ, പിന്നെ കോൾഡ് ക്ലൈമറ്റ്. ഇജാതി ഫീലിംഗ് വേറെ ഒരിടത്തും കിട്ടൂല അല്ലേ? അടിപൊളി. വേറെ കാശ്മീരൊക്കെ കിട്ടും. കം ടു മണാലി, എൻജോയ് ദ ലൈഫ് ഹബീബി. ചീസാണ് ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഇട്ട് കഴിക്കാം. ഈ കൂടുതലായിട്ടൊന്നും അറിഞ്ഞൂടാ എങ്ങനെയാടേ. സത്യം പല പിസ കഴിക്കാൻ ഞാൻ മണ്ടത്തിനാണ് കാണിക്കേ. അല്ലടാ സാധനം കേട്ടാ, എനിക്ക് പേസ്റ്റ് ഒക്കെ ഓർമ്മ. ഒരു രക്ഷയിലട, പിന്നെ സാധനം കേട്ടാ, പിന്നെ സാധനം കേട്ടാ. സാധനം കൊള്ളാം എനിക്ക്. പക്ഷെ നമ്മളെ മറ്റേ മാർഗരറ്റ് ചീസൊക്കെ അറിയാമോ, അതിൻ്റെ ഒരു ടേസ്റ്റ് വേണം. കൊള്ളാം. മസ്റ്റ് ട്രൈ ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയാം, അത് ഒരാളും കൂടെ കഴിച്ചു നോക്കാം. സാധനം അടിപൊളി. ഹലോ ഫാമിലീസ്, അപ്പൊ നമ്മൾ ഫൈനലി റൂമിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മളപ്പം ഫുൾ നടന്നാണ് വന്നത്. അങ്ങനെ ഫുൾ തളർന്നു കഴിച്ചിട്ടും മാക്കിനെ കൊറേ നടന്നപ്പോ ഒരു കൂട്ടം നടക്കാനുണ്ടെന്നുള്ളത് പറയാ. നടപ്പിനെ കാട്ടില് സഹിക്കാൻ പറ്റും. ഞാൻ എന്റെ കയ്യിലെ ഗ്ലൗസ് ഒന്നും എടുത്തിട്ടില്ല. എന്റെ പൊന്നി എന്തോന്ന് തണുപ്പ്, ഫ്രീസ് ആയി ഗൈസ് എന്റെ കൈ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും അനക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി എന്റെ കൈ മൊത്തം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മള് പിന്നെ ഷോർട്ട് കട്ട് എടുത്ത് ഒരു ഊട് വരി കൂടെയൊക്കെയാണ് വന്നത്. സത്യം ആ ഷോർട്ട് കട്ട് എടുത്തപ്പോ ഒരു നിമിഷം വിചാരിച്ചു ഇനി, കാരണം നമ്മളെ മനസ്സില് ഇവനും ഉണ്ടല്ലോ, ഏട്ടനെ അമ്മയൊക്കെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ വന്ന് തട്ടിക്കൊണ്ടു പോകുമെന്നൊക്കെ ഒരു പേടിയിലുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു വഴി കണ്ടപ്പോ ഞാൻ ആ ഒരു പേടി ഒരു രീതിയിലാണ് ഇരുന്നത്. കറക്റ്റായിട്ട് എത്തിയായിരുന്നു കേട്ടോ. നമ്മൾ ഗൂഗിൾ ചേച്ചിനെ വിളിച്ചാണ് പോയത്. ഗൂഗിൾ ചേച്ചി ഈ വട്ടം നമ്മളെ ചതിച്ചില്ല. അല്ലെങ്കിൽ പൊതുവെ നമ്മൾ എപ്പോഴും ചതിക്കും, പക്ഷെ ഈ വട്ടം ചതിച്ചില്ല. അല്ലാതെ തന്നെ നമ്മളെ കൂടെ 2 കപ്പിൾസും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. പിന്നെ എന്റെ കയ്യിൽ പെപ്പർ സ്പ്രേ ഉണ്ട്, പിന്നെ ഏട്ടന്റെ കയ്യിൽ ട്രൈപോഡിന്റെ സ്റ്റിക്ക് ഉണ്ട്. വന്ന എല്ലാത്തിനും അടിച്ച് തകർക്കാൻ വേണ്ടിയല്ലേ ഏട്ടോ. വന്നോലെ നമ്മള് ഞാൻ സത്യം പറഞ്ഞ ഇതാണ് ആക്ച്വലി നമ്മളെ റൂം കേട്ടോ. ഇത് നമ്മളെ കട്ടിലാണ് ഗൈസ്, കട്ടില്. സത്യം പറഞ്ഞ റൂം ടൂർ അതാണ് അതിനൊന്നും വരുന്നില്ല തണുപ്പ് കാരണം. റൂം ടൂർ എടുക്കാനുള്ള മാനസികാവസ്ഥയിൽ സത്യം ഞാനും ഏട്ടനല്ല അല്ലേ. പിന്നെ വേറൊരു ദിവസം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഒന്നെങ്കിൽ ഇവിടുന്ന് ഇറങ്ങുന്ന മുന്നേ എന്തായാലും എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ദിവസം എടുക്കുന്നതായിരിക്കും. പക്ഷെ ഇന്ന് പറഞ്ഞാൽ ഫുൾ ബസ് യാത്ര കഴിഞ്ഞിട്ട് നമുക്ക് വന്ന് കിടന്നതേ ഉള്ളൂ. അങ്ങനെ പിന്നെ ഡ്രസ്സ് മൊത്തം അലങ്കോലാക്കിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ വന്ന ഉടനെ ഞാൻ ആദ്യം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതുകൊണ്ട് അലങ്കോലായിട്ട് എന്തായാലും ഏതെങ്കിലും ദിവസം എന്തായാലും മറക്കാതെ എടുത്തിരുന്നതായിരിക്കും. പിന്നെന്തോന്നു, പിന്നെ ഭയങ്കര തണുപ്പാണ് ഇവിടെ. അത് നീ പറഞ്ഞു. പിന്നെ ഇനി വേറെ ഒന്നുമില്ല. ഇന്നത്തെ ഡേ നമ്മൾ ഫുൾ നടത്തുമായിരുന്നു. നാളെ മിക്കവാറും നമ്മൾ ബൈക്ക് റെന്റ് എടുത്തിട്ട് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മള് വർണ്ണവൈക്ക് 2-3 റെന്റൽ ഷോപ്പിൽ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അഫോർഡബിൾ രീതിയിലുള്ള ഒരു ബൈക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവിടെ ചെന്നിട്ട് നാളെ നോക്കണം, കണ്ടീഷൻസ് ഓക്കെ ആണോ എന്നൊക്കെ നോക്കണം. എന്നാൽ മാത്രമേ ബൈക്ക് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ നമ്മള് ഹോട്ടലിലെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ പോയാൽ മതി. ആ റെന്റ് ഷോപ്പ് ഉണ്ട്, കുഴപ്പമില്ല. അതെ, അപ്പൊ നാളെ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണ് ഡീറ്റെയിൽസ് എല്ലാം. അപ്പൊ നമുക്ക് നാളത്തെ വീഡിയോ കാണുന്നവരെ ഇപ്പൊ ഡേ 1 ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതോടെ അവസാനിക്കാം. വന്നുകൊടുക്കുന്ന സത്യം തന്നെ കഴിച്ചിട്ട് വന്നോടനെ കിടക്കല്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. വന്നോടനെ ഇട്ട സാധനം ഗ്ലൗസ് ആണ് ഗൈസ്, കാരണം ഭയങ്കര തണുപ്പായുണ്ട്. പിന്നെ പുതപ്പ് മൂടി, ഇനി ഒരു ഉറക്കം. നല്ല ക്ഷീണമുണ്ട്. ഓക്കെ, അപ്പം ബൈ ബൈ, ലവ് യു, ടേക്ക് കെയർ.
അതിനു മുന്നേ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തോന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കമന്റ് അത് മറക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. ലവ് യു, ടേക്ക് കെയർ.